സാധാരണ ബ്രെഡ് നമ്മുടെ വീട്ടിൽ മേടിക്കുമ്പോൾ മിച്ചം വരാറുണ്ട്. അത് നമുക്ക് എങ്ങനെയെന്ന് കറിയാക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ്. അതുപോലെ തന്നെ അതിന് കുറച്ച് സാധനം മതി, എന്നാൽ നല്ല രുചിയാണ്. ആദ്യമായിട്ട് ബ്രെഡ് ചെറുതായിട്ട് മുറിക്കണം. ഇപ്പോൾ 4 പീസ് ബ്രെഡ് എടുക്കുവാണെങ്കിൽ അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കണം. എന്നിട്ടത് എണ്ണ ഒഴിച്ച് നമ്മളതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളറാകുന്നവരെ നമ്മളതൊന്ന് റോസ്റ്റ് ചെയ്യണേ. ഇത് വേണം നമുക്ക് നെയ്ക്കകത്ത് ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് അതായത് ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ തിരിച്ചും മറിച്ച് വിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ പാനിൽ ഇച്ചിരി എണ്ണ ഒഴിക്കണം. 2-3 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കടുകും ജീരകവും, അത് നല്ല ജീരകമാണ്, അതായത് ചെറിയ ജീരകവും, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളകും, 2-3 ഉണക്കമുളകും മുറിച്ചും കൂടിയിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നമ്മൾ കരിവേപ്പില ഇടണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മല്ലിയില ഉണ്ട്, ഇത് രണ്ടിലേതെങ്കിലും അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴത്തേനും അത് നല്ലതായിട്ട് ഒരുമാതിരി ഒരു മൂക്കണം, അല്ല പെട്ടെന്ന് അടുത്ത് അരിയിടരുത്. നമ്മൾ നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റണം, നല്ലതായിട്ട് വഴറ്റണം. സവോള ചെറുതായിട്ട് അരിഞ്ഞ് വേണം അതിനകത്തോട്ട് ഇടാൻ. അത് വഴറ്റി കഴിഞ്ഞ് ആ സവോളയ്ക്ക് ഒരു ചെറിയ ബ്രൗൺ കളർ വരുമ്പോഴത്തേന് എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ 2 ടീസ്പൂൺ ചെറിയ ഇതിനകത്ത് എടുത്തിരിക്കുന്ന കാരണം നിങ്ങൾ കൂടുതൽ ബ്രെഡിൻ്റെ കഷ്ണം ഇടുവാണെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്തോണം. എല്ലാം കൂടി പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായതുകൊണ്ട് ഒത്തിരി എരിവ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഈ ബ്രെഡ് ഇതെല്ലാം ഒന്ന് പറ്റി പിടിക്കണം. ഇതിൻ്റെ ഈ ഗ്രേവി എല്ലാം അതെല്ലാം നന്നായിട്ട് പറ്റി പിടിക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഗ്രേവി എല്ലാം അതിൽ പറ്റി പിടിച്ച് കഴിയുമ്പോൾ ഈ എണ്ണ ചെറിയതായിട്ട് തെളിഞ്ഞു വരും. അതിലേക്ക് കുറച്ച് ഉപ്പും മല്ലിയിലയും കൂടി ഇടുക. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് ചെറുതായിട്ട് മുറിച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിനകത്തോട്ട് ഇടണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി അതിലെല്ലാം നല്ലതായിട്ട് ഗ്രേവി പിടിച്ച് കഴിയുമ്പോൾ ഒരു 3 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കുമോ, അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം ഇതിൽ എല്ലാം ഒന്ന്
പിടിച്ച് വരണം. അതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി എണ്ണയൊക്കെ ഒഴിച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കണേ അത് അഴുക്ക്. അതുകൊണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി. എന്നാലും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഇത് തെളിഞ്ഞ് വരത്തില്ല, എണ്ണ തെളിഞ്ഞ് വരത്തില്ല. അപ്പം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു വേവിച്ച് ഒരല്പം കഴിയുമ്പോൾ നമ്മളതൊന്നുകൂടെ മൂടി വെക്കണം. എന്നിട്ട് നമ്മൾ വാങ്ങിയെടുത്ത് നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡ് കറിയാണ് ഇത്. നമുക്ക് ചപ്പാത്തിക്കോ നമുക്ക് ചോറിനോ അപ്പത്തിനോ ഒക്കെ നമുക്കിത് കൂട്ടാൻ പറ്റും. നല്ല രുചിയാണ്, കുട്ടികൾക്കിത് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ബ്രെഡ് ചുമ്മാ മുറിച്ച് കൊടുത്താൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല. നേരെ മറിച്ച് ഇങ്ങനെയാകുമ്പോൾ ഇതിനകത്തെല്ലാം ഗരം മസാല എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നല്ലൊരു ടേസ്റ്റുണ്ട്. അത് നല്ല പിള്ളേർക്കിപ്പം ടിഫിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്തു വിട്ടാൽ അവരുടെ ഉള്ളിൽ ബ്രെഡ് ചെന്നോളുകയും ചെയ്യും. അവർക്ക് ഉച്ചഭക്ഷണമൊക്കെ ആകുകയും ചെയ്യും. ഇതിനകത്ത് എല്ലാ ഐറ്റവും ചേർന്നിട്ടുള്ളത് കൊണ്ട് നല്ല പിള്ളേർക്ക് കൊടുത്തു വിടാൻ ഏറ്റവും നല്ലതാണ്. ടിഫിൻ ബോക്സിനകത്ത് ഇത് വെച്ച് കൊടുത്താൽ മതി, അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റും. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കേ, വളരെ ടേസ്റ്റിയാണ്. ഇതിനൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അധികം സമയം എടുക്കത്തില്ല. രാവിലെ തിരക്ക് കൂട്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു വിട്ടാൽ അവർക്കും നല്ലതായിരിക്കും. ഇത് നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും അടിച്ചേക്കണേ.